കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഫിസ്റ്റുലയെക്കുറിച്ചിട്ടാണ് സംസാരിച്ചത്. ഇന്ന് നമ്മൾ പൈൽസിനെ കുറിച്ച് അഥവാ റെക്ടൽ ഹിമറോയിഡ്സിനെ കുറിച്ചിട്ടാണ് സംസാരിക്കുന്നത്. എന്താണ് പൈൽസ്? ഫിസ്റ്റുലയേക്കാളും വളരെ കോമൺ ആയിട്ട് കാണുന്ന ഒരു അസുഖമാണ് പൈൽസ്. നമ്മുടെ ആനൽ കനാലിൽ വശങ്ങളിലായിട്ട് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ആനൽ കുഷൻ എന്ന് പറയുന്ന ആ ഒരു സ്ട്രക്ചർ ഉണ്ട്. ഈ ആനൽ കുഷനകത്ത് എന്തൊക്കെയുള്ളത്? ഇതിനകത്ത് രക്തക്കോയിലുകൾ, സ്മൂത്ത് മസിലുകൾ, അതുപോലെ ഇലാസ്റ്റിൻ, കൊളാജൻ എന്നൊക്കെ പറയുന്ന കുറച്ച് ടിഷ്യൂസും ആണുള്ളത്. നോർമലി ഇവ ഒരു സീല് പോലെ അല്ലെങ്കിൽ വാൾവ് പോലെയൊക്കെ പ്രവർത്തിക്കും. നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുള്ള സ്ഫിങ്ക്റ്റർ മസിലുകളില്ലേ, ആ മസിലുകളുടെയൊക്കെ കൂടെ ഇവ പ്രവർത്തിച്ചിട്ട് ഇവ സ്റ്റൂളിൻ്റെ ലീക്കേജ് പ്രിവെൻറ്റ് ചെയ്യും. അപ്പോൾ സ്റ്റൂൾ അകാരണമായിട്ട് പുറത്തേക്ക് വരുന്നില്ല. ആ ഒരു സപ്പോർട്ട് സിസ്റ്റമായിട്ടാണ് ഈ കുഷ്യൻസ് വർക്ക് ചെയ്യുന്നത്. എന്നാൽ ഈ കുഷ്യന് മുകളിലുള്ള പ്രഷർ എന്തെങ്കിലും കാരണവശാൽ കൂടുകയാണെങ്കിൽ ഇവ വണ്ണം വെക്കുകയും ഇവ സ്ട്രെച്ച് ഔട്ട് ചെയ്യുകയും പിന്നെ ഇവ ഇലോങ്ങേറ്റ് ചെയ്തിട്ട് ഇതിൻ്റെ ഇലാസ്റ്റിസിറ്റി നഷ്ടപ്പെട്ടിട്ട് താഴേക്ക് ബൾജ് ചെയ്ത് പുറത്തേക്ക് വരികയും ചെയ്യും. ഇതിനെയാണ് നമ്മൾ പൈൽസ് എന്ന് പറയുന്നത്. എന്തൊക്കെ കാരണം കൊണ്ടാണ് ഒരാൾക്ക് പൈൽസ് വരിക? ഈ ഞാൻ നേരത്തെ പറഞ്ഞ ഈ ആനൽ കുഷ്യന് മുകളിലുള്ള പ്രഷർ കൂടുന്ന ഏതൊരവസ്ഥയും പൈൽസിലേക്ക് എത്തിക്കും. ഉദാഹരണത്തിന് അമിതവണ്ണം ഉണ്ടാകുക, കാലങ്ങളായിട്ടുള്ള കോൺസ്റ്റിപ്പേഷൻ അതായത് മലബന്ധം, പിന്നെ നമ്മളിത് ഒരുപാട് നേരം ഇരിക്കുന്ന ആളുകൾ, ടോയ്ലറ്റ് പോയാൽ തന്നെ ഒരുപാട് സമയം ഇരിക്കുന്ന ആളുകൾ, അതുപോലെ ഈ ഫൈബർ കണ്ടൻറ്റ് കുറഞ്ഞ ഭക്ഷണങ്ങൾ കഴിക്കുന്ന ആളുകൾ, വെള്ളം തീരെ കുടിക്കാത്ത ആളുകൾ, പിന്നെ സെഡൻറ്ററി ലൈഫ് സ്റ്റൈൽ അഥവാ വ്യായാമമൊന്നും ചെയ്യാത്ത ആളുകൾ, ഇങ്ങനെ ഒരുപാട് പേർക്ക്, പിന്നെ പ്രഗ്നൻസിയും പൈൽസ് വരാനുള്ള റിസ്ക് ഫാക്ടറാണ്. അപ്പോൾ ഇത്തരം അവസ്ഥകളൊക്കെ ഉള്ള ആളുകൾക്ക് പൈൽസ് വരാനുള്ള സാധ്യതകൾ കൂടുതലാണ്. ഇനി എന്തൊക്കെയാണ് പൈൽസിൻ്റെ ലക്ഷണങ്ങൾ? പ്രധാനമായിട്ടും പെയിൻലെസ് ആയിട്ടുള്ള ബ്ലീഡിംഗ് ആണ് ഉണ്ടാവുക. ബ്ലീഡിംഗ് ആണ് പ്രധാനമായിട്ടും പൈൽസിൻ്റെ ലക്ഷണമായിട്ട് നമ്മൾ കണക്കാക്കുക. അത് തന്നെ പെയിൻലെസ് ബ്ലീഡിംഗ് ആയിരിക്കും ഉണ്ടാവുക. ഈ പൈൽസ് എക്സ്റ്റേണൽ എക്സ്റ്റേണൽ പൈൽസോ അല്ലെങ്കിൽ ഈ പൈൽസിനകത്ത് രക്തം കട്ട പിടിക്കുകയോ ചെയ്യുമ്പോഴാണ് പൈൽസിൽ വേദന വരിക. അല്ലാത്ത പക്ഷം പൈൽസിൽ ഉണ്ടാകുന്ന ബ്ലീഡിംഗ് എന്ന് പറയുന്നത് പെയിൻലെസ്, വേദനയില്ലാത്ത ബ്ലീഡിംഗ് ആണ് ഉണ്ടാകുക. നമ്മൾ ടോയ്ലറ്റിൽ പോകുന്ന സമയത്തോ അല്ലെങ്കിൽ വൃത്തിയാക്കുന്ന സമയത്തോ സ്ട്രെയിൻ ചെയ്യുന്ന സമയത്തോ ഒക്കെ ബ്ലഡ് വരാം. അത് കണ്ടിട്ട് പലരും പാനിക് ആവാറുണ്ട്. അതുപോലെ തന്നെ മലദ്വാരത്തിന് ചുറ്റുമുള്ള ചൊറിച്ചിലാകാം, ഇറിറ്റേഷൻ ആകാം, മ്യൂക്കസ് പോലെയുള്ള ഡിസ്ചാർജുകളാകാം, പിന്നെ ഈ സ്റ്റൂളിനോട് കൂടിയോ അല്ലാതെയോ വരുന്ന സ്വെല്ലിങ്സ്, തടിപ്പുകളുമാകാം. ഇങ്ങനെയൊക്കെയാണ് നമ്മൾ പൈൽസ് ആണെന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിയുന്ന ലക്ഷണങ്ങൾ നമ്മൾക്ക് കാണാൻ കഴിയുക. ഇനി പൈൽസിൻ്റെ ലൊക്കേഷൻ അനുസരിച്ചിട്ട് നമ്മൾ അതിനെ ഇൻറ്റേർണൽ ഹീമറോയിഡ്സ് ആയിട്ടും അതുപോലെ എക്സ്റ്റേണൽ ഹീമറോയിഡ്സ് ആയിട്ടും നമ്മൾ തരംതിരിക്കും. നമ്മുടെ ആനൽ കനാലിൽ ഡെൻഡേറ്റ് ലൈൻ എന്ന് പറയുന്ന ഒരു അതിർത്തിയുണ്ട്. ഇതിൻ്റെ മുകളിൽ ഉണ്ടാകുന്ന പൈൽസിനെയാണ് നമ്മൾ ഇൻറ്റേർണൽ ഹീമറോയിഡ്സ് എന്ന് പറയുന്നത്. ഈ ഡെൻഡേറ്റ് ലൈനിൻ്റെ താഴെ ഉണ്ടാകുന്ന പൈൽസിനെ എക്സ്റ്റേണൽ ഹീമറോയിഡ്സ് എന്നും പറയും. ഈ ഡെൻഡേറ്റ് ലൈനിൻ്റെ മുകളിലേക്ക് നമുക്ക് വേദനയോ തൊടുന്നതോ ചൂടോ ഒന്നും അറിയാൻ കഴിയില്ല. അതുകൊണ്ട് ഇൻറ്റേർണൽ ഹീമറോയിഡ്സിന് വേദന ഒന്നും ഉണ്ടാവില്ല. എന്നാൽ ഡെൻഡേറ്റ് ലൈനിൻ്റെ താഴെ തൊലിപ്പുറത്തുള്ള പോലെ വേദന അറിയാൻ കഴിയുന്ന, വേദന വഹിച്ചു കൊണ്ടുപോകുന്ന ഞരമ്പുകളുണ്ട്. അതുകൊണ്ട് തന്നെ എക്സ്റ്റേണൽ ഹീമറോയിഡ്സിന് ശക്തമായ വേദന ഉണ്ടാകും. ഇൻറ്റേർണൽ ഹീമറോയിഡ്സിന് നമ്മൾ 4 ഗ്രേഡുകളായിട്ടാണ് പറയുക. മലദ്വാരത്തിൻ്റെ ഉള്ളിലൊരു സ്വെല്ലിംഗ് ഉണ്ട്, പക്ഷേ അത് യാതൊരു രീതിയിലും പുറത്തേക്ക് കാണുന്നില്ല. ചിലപ്പോൾ ബ്ലീഡിങ്ങോ മറ്റു ലക്ഷണങ്ങളോ എന്തെങ്കിലും ഡിസ്ചാർജോ ഒക്കെ ആയിട്ട് മാത്രം പുറത്തേക്ക് അറിയുന്ന ഈ ഒരു പൈൽസിനെ നമ്മൾ ഗ്രേഡ് 1 എന്ന് പറയും. എന്നാൽ നമ്മൾ സ്റ്റൂൾ പാസ് ചെയ്യുന്ന സമയത്ത് പുറത്തേക്ക് വരികയും ഒരു സ്വെല്ലിംഗ് ആയിട്ട് പുറത്തേക്ക് വരികയും നമ്മൾ സ്റ്റൂൾ പാസ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് കയറി പോവുകയും ചെയ്യുന്ന പൈൽസിനെ നമ്മൾ ഗ്രേഡ് 2 എന്ന് പറയും. ഇനി നമ്മൾ സ്റ്റൂൾ പാസ് ചെയ്യുന്ന സമയത്ത് ഇത് പുറത്തേക്ക് വരികയും അത് ഓട്ടോമാറ്റിക് പോകാതെ നമ്മൾ തള്ളി കയറ്റി കൊടുക്കുകയാണെങ്കിൽ, അപ്പോൾ മാത്രം ഉള്ളിലേക്ക് കയറി പോവുകയാണെങ്കിൽ അതിനെ നമ്മൾ ഗ്രേഡ് 3 എന്നും, സ്റ്റൂൾ പാസ് ചെയ്യുമ്പോൾ പുറത്തേക്ക് വരികയും തീരെ തിരിച്ചു പോകാതെ അവിടെ തന്നെ നിൽക്കുകയും ചെയ്യുന്ന പൈൽസിനെ നമ്മൾ ഗ്രേഡ് 4 എന്നും പറയും. നേരത്തെ പറഞ്ഞു, എക്സ്റ്റേണൽ ഹെമറോയിഡ്സ് ആണെങ്കിൽ ഓൾറെഡി പെയിൻ ഉണ്ടാകും. ഇൻറ്റേർണൽ ഹെമറോയിഡ്സ് ആണെങ്കിൽ അത് പുറത്തേക്ക് വന്ന് അതിനകത്തുള്ള രക്തം കട്ട പിടിക്കുമ്പോൾ ചിലപ്പോൾ അതും നല്ല വേദന ഉണ്ടാക്കാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പൈൽസിൽ നമുക്ക് പറയാനുള്ളത്. ഇനി എങ്ങനെ നമ്മൾ പൈൽസിനെ ചികിത്സിക്കാം? നമ്മൾ ഫസ്റ്റായിട്ട് മനസ്സിലാക്കേണ്ട കാര്യം, ഇതൊരു ജീവിത ശൈലി രോഗമാണ്. അതുകൊണ്ട് ലൈഫ് സ്റ്റൈലിലുള്ള മാറ്റങ്ങളാണ് പ്രാഥമികമായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ. നമ്മൾ വണ്ണം കൂടുതലുള്ള ആളുകളാണെങ്കിൽ വണ്ണം കുറക്കണം. നമ്മൾ ധാരാളം വെള്ളം കുടിക്കണം. 2.5 മുതൽ 3 ലിറ്റർ വരെ വെള്ളം ഒരു ദിവസം നമ്മൾ കുടിക്കണം.
അമിതമായിട്ട് നമ്മൾ സ്ട്രെയിൻ ചെയ്യാൻ പാടില്ല, ടോയ്ലറ്റിൽ അമിതമായിട്ട് സമയം ചിലവഴിക്കാൻ പാടില്ല. പ്രത്യേകിച്ച് മൊബൈലുമായിട്ടൊക്കെ ഇന്നത്തെ കാലത്ത് ടോയ്ലറ്റ് പോകുന്ന ആളുകളാണ് കൂടുതൽ പേരും. അപ്പോൾ അതുകൊണ്ട് ടോയ്ലറ്റിൽ കൂടുതൽ സമയം ചിലവഴിക്കാതെ പെട്ടെന്ന് പോവുക, കാര്യം സാധിക്കുക, പെട്ടെന്ന് തന്നെ തിരിച്ചു വരിക. ഫൈബർ കണ്ടൻറ്റ് കൂടുതലുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ നമ്മൾ കഴിക്കണം. അതുപോലെ വ്യായാമം, ചിട്ടയായിട്ടുള്ള വ്യായാമം ചെയ്യണം. പിന്നെ ഭയങ്കര സ്ട്രെയിൻഫുൾ ആയിട്ടുള്ള എക്സസൈസ് ചെയ്യുമ്പോൾ നമ്മൾ ചിലപ്പോൾ ഭയങ്കരമായിട്ട് സ്ട്രെസ് എടുക്കുമ്പോൾ ഈ രീതിയിൽ പ്രഷർ കൂടാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് സ്ട്രെയിൻഫുൾ ആയിട്ടുള്ള എക്സസൈസ് നമ്മൾ ഒഴിവാക്കണം. പ്രധാനമായിട്ട് നമ്മൾ നല്ലോണം വെള്ളം കുടിക്കണം. പ്രോട്ടീനൊക്കെ കൂടുതൽ കഴിക്കുന്ന സാഹചര്യങ്ങൾ, അതായത് ഇറച്ചി, മീൻ, മുട്ടയൊക്കെ കൂടുതൽ കഴിക്കുകയാണെങ്കിൽ അന്ന് കൂടുതൽ വെള്ളം കുടിച്ചിരിക്കണം. അപ്പോൾ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ ഗ്രേഡ് 1 or 2 ആണെങ്കിൽ നമുക്ക് ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ്റെ കൂടെ തന്നെ എന്ത് ചെയ്യാൻ പറ്റും, സിറ്റ്സ് ബാത്ത് കൂടെ ചെയ്യാൻ പറ്റും. സിറ്റ്സ് ബാത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വെള്ളം ചൂടാക്കിയിട്ട് ഒരു 10-15 മിനിറ്റ് അതിനകത്ത് ഇരിക്കുക. അപ്പോൾ ആ ചൂട് തട്ടുമ്പോൾ ഈ സ്ഫിങ്ക്റ്ററുകളൊക്കെ ലൂസാവുകയും താഴേക്ക് ഇറങ്ങി വന്നിട്ടുള്ള ഈ പൈൽ മാസ് മുകളിലേക്ക് തന്നെ കയറിപ്പോകാനുള്ളൊരു സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് സിറ്റ്സ് ബാത്ത് ദിവസം 2-3 പ്രാവശ്യമെങ്കിലും നമ്മൾ ചെയ്യണം. അത് വളരെ എഫക്റ്റീവാണ് പ്രോപ്പറായിട്ട് ചെയ്യുകയാണെങ്കിൽ. അപ്പോൾ അതൊരു വഴിയാണ്. പിന്നെ നമുക്ക് ചില ക്രീമുകളൊക്കെ അപ്ലൈ ചെയ്യാൻ കഴിയും. ഇതിൻ്റെ വലിപ്പം കുറക്കാൻ വേണ്ടിയിട്ടുള്ള ചില ക്രീമുകളൊക്കെ നമ്മൾക്ക് അപ്ലൈ ചെയ്യാൻ കഴിയും. പിന്നെ അധികം ബുദ്ധിമുട്ടുണ്ടാക്കാത്ത ചില പ്രൊസീജിയറുകളുണ്ട്. റബ്ബർ ബാൻഡ് ലൈഗേഷൻ എന്ന് പറയും. അതുപോലെ സ്ക്ലീറോതെറാപ്പി, ഈ പൈൽ മാസിനകത്തേക്ക് ചില മരുന്നുകൾ ഇഞ്ചെക്ട് ചെയ്തിട്ട് അതിനെ ചുരുക്കി കളയുന്ന ചികിത്സ. അതുപോലെ ലേസർ ചികിത്സകളൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ കഴിയും. പിന്നെ ഗ്രേഡ് 3 അല്ലെങ്കിൽ 4 ഒക്കെ ആണെങ്കിൽ ഓൾറെഡി അത് പ്രൊലാപ്സ് ചെയ്ത് പുറത്തു വന്ന് നിൽക്കുകയായിരിക്കും. അത്തരം കേസുകളിലൊക്കെ നമ്മൾ ട്രഡീഷണലായിട്ട് ചെയ്യുന്ന ഹെമറോയിഡക്ടമി പോലെയുള്ള സർജിക്കൽ പ്രൊസീജിയറുകൾ തന്നെ ചെയ്യേണ്ടി വരും. പിന്നെ നമ്മൾ സർജറി ചെയ്ത് ഒഴിവാക്കി കഴിഞ്ഞാലും, സർജറി എന്നല്ല, ഏത് ട്രീറ്റ്മെൻറ്റ് നമ്മൾ ഉപയോഗിച്ച് നമ്മൾ ചികിത്സ എടുത്തു കഴിഞ്ഞാലും ലൈഫ് സ്റ്റൈലിൽ മാറ്റം നമ്മൾ വരുത്തിയിട്ടില്ല എങ്കിൽ ഇവ പഴയതുപോലെ തന്നെ തിരിച്ചു വരാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. പിന്നെ ഞാൻ ഓൾറെഡി പറഞ്ഞു, നമ്മുടെ ഈ എക്സ്റ്റേണൽ ഹീമറോയിഡ്സ് വളരെ പെയിൻഫുൾ ആയിരിക്കും. അതൊക്കെ മിക്കവാറും ചിലപ്പോൾ എമർജൻസി ആയിട്ട് നമ്മൾ പോയിട്ട് ലോക്കൽ അനസ്തേഷ്യ വെച്ചിട്ട് മുറിച്ച് കളയുന്ന ഒരു ചികിത്സയും നമ്മൾ ചെയ്യാറുണ്ട്. കാരണം അത്രയും പെയിൻഫുൾ ആയിരിക്കും എക്സ്റ്റേണൽ ഹീമറോയിഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ പൈൽസിനെ കുറിച്ചിട്ട് ഇനി എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റിൽ നിങ്ങൾക്ക് ചോദിക്കാം. കൂടുതൽ ആളുകളുടെ അറിവിലേക്കായിട്ട് ഈ വീഡിയോ ഷെയർ ചെയ്യുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.